ഹലോ ഗൈസ്, ക്രിസ്മസ് ഒക്കെ ആയില്ലേ? അപ്പോൾ നമുക്കൊരു അടിപൊളി സിമ്പിൾ പ്ലം കേക്ക് ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആദ്യം നോക്കാം. ഓൾ പർപ്പസ് ഫ്ലോർ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഏലക്ക, ഗ്രാമ്പൂ, കറുവാപ്പട്ട, ജാതിക്ക, ഇതെല്ലാം സെപ്പറേറ്റ് പൊടിച്ചത്, ഉപ്പ്, പിന്നെ ഇതിനകത്ത് നമുക്ക് പൊടിച്ച പഞ്ചസാരയും പൊടിക്കാത്ത പഞ്ചസാരയും വേണം. പിന്നെ ബട്ടർ, മുട്ട, വാനില എസൻസ്, ഓറഞ്ച് ജ്യൂസ്, വൈൻ അല്ലെങ്കിൽ റമ്മിനകത്ത് സോക്ക് ചെയ്തേക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ്. ഞാനിപ്പോൾ വൈനിനകത്താണ് സോക്ക് ചെയ്തേക്കുന്നത്. ഓറഞ്ച് ജസ്റ്റ് ഉണ്ടാക്കുന്നതും ഫ്രൂട്ട്സ് എങ്ങനെ സോക്ക് ചെയ്യുന്നുള്ളത് വേറെ വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അറിയാത്തവർ അത് കണ്ട് ഇതെല്ലാം സെറ്റ് ആക്കിയിട്ട് വേഗം വായി. പിന്നെ നമുക്ക് വേണ്ടത് നട്ട്സ് ആണ്. ഞാനിവിടെ കാഷ്യൂം ബദാമാണ് എടുത്തേക്കുന്നത്. ആദ്യം നമുക്ക് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്യാം. ഇവിടെ ഞാൻ 1/8 കപ്പ് ഷുഗറേ എടുത്തിട്ടുള്ളൂ. കാരണം ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തേക്കുന്നത് ഭയങ്കര സ്വീറ്റ് വൈനിലാണ്. നിങ്ങൾ ഓറഞ്ച് ജ്യൂസിലോ റമ്മിലോ ആണ് സോക്ക് ചെയ്തേക്കുന്നത് 1/4 കപ്പ് ഷുഗർ ആണ് യൂസ് ചെയ്യേണ്ടത്. ഒരു പിഞ്ച് ഓഫ് സോൾട്ട് കൂടി ഇട്ടിട്ട് ലോ ഹീറ്റിൽ അത് ഇളക്കാതെ വെക്കണം. ഒന്ന് മെൽറ്റ് ആയി തുടങ്ങിയിട്ട് മാത്രമേ ഇളക്കാൻ പാടുള്ളൂ. ഇങ്ങനെ ഒന്ന് 15 ബബിൾസ് വരുമ്പോഴത്തേക്കും 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിക്കണം. സൂക്ഷിച്ച് ഒഴിക്കണം, കാരണം നല്ല പുക വരും ഈ സമയത്ത്. അത് കഴിഞ്ഞ് നല്ലപോലെ ഇളക്കി ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി നമുക്ക് നട്ട്സ് എടുത്ത് പൊടിച്ചെടുക്കാം. ഞാനിവിടെ കാഷ്യൂം ആൽമണ്ടും ആണ് എടുക്കുന്നത്. പിസ്ത ഉണ്ടെങ്കിൽ അതും എടുക്കാം. നമുക്കൊരു 1/2 കപ്പ് പൊടിച്ച നട്ട്സ് ആണ് വേണ്ടത്. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/8 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിഞ്ച് ഓഫ് സോൾട്ട്, 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 1/4 ടീസ്പൂൺ കറുവാപ്പട്ട പൊടിച്ചത്, 1/8 ടീസ്പൂൺ ഗ്രാമ്പൂ പൊടിച്ചതും, 1/8 ടീസ്പൂൺ ജാതിക്ക പൊടിച്ചതും. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് 3 പ്രാവശ്യം അരിച്ചെടുക്കാം. ഇനി ആ 1/2 കപ്പ് നട്ട്സ് ഒരു പാത്രത്തിലോട്ട് ഇടാം. ഇനി നമുക്ക് 1.5 കപ്പ് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് അരിച്ച് ആ വൈൻ അല്ലെങ്കിൽ ജ്യൂസ് മാറ്റി ഈ നട്ട്സിനകത്തോട്ട് ഇടാം. അത് മിക്സ് ചെയ്ത് 1 ടേബിൾ സ്പൂൺ ഓറഞ്ചസ് ഇട്ടിട്ട് ഒന്നുകൂടെ നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതിലോട്ട് നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് 2 ടേബിൾ സ്പൂൺ ഇട്ട് നല്ലപോലെ ഇളക്കാം. ബേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രൂട്ട്സും നട്ട്സും താന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഒരു ക്ലീൻ ഡ്രൈ ബൗളിലോട്ട് 100 ഗ്രാം ഓഫ് ബട്ടർ ഇട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഇതിലോട്ട് 3/4 കപ്പ് പൗഡേർഡ് ഷുഗർ പാർട്സ് ബൈ പാർട്സ് ഇട്ടിട്ട് നമുക്കൊന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ഇട്ട് ബീറ്റ് ചെയ്യാം. 3 മുട്ട ഓരോന്നായിട്ടിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചിരുന്ന റം, ഓറഞ്ച് ജ്യൂസ് അല്ലെങ്കിൽ വൈൻ 1/4 കപ്പ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് ബീറ്റ് ചെയ്യും. ഒരു പിരിഞ്ഞ ടെക്സ്ചർ വരുന്ന നോർമലാണ്. എണ്ണയ്ക്ക് പകരം നമ്മൾ ബട്ടർ അല്ലേ കേക്കിന് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസും ഉണ്ടാക്കി വെച്ചേക്കുന്ന കാരമൽ സിറപ്പും പാർട്സ് ബൈ പാർട്സ് ഇട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. 8 ഇഞ്ചിന്റെ ഒരു കേക്ക് ടിൻ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ ഇടാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് പാർട്സ് ബൈ പാർട്സ് ഇതിലോട്ട് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ബാറ്റർ കേക്ക് ടിന്നകത്തോട്ട് ഒഴിച്ച് നല്ലപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. മുകളിൽ കട്ട് ചെയ്ത കാഷ്യൂസ് വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. 170 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിലോട്ട് നമുക്ക് ഈ കേക്ക് ബാറ്റർ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഏകദേശം ഒരു 30-35 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്യുന്നത്. സ്ക്യൂർ വെച്ച് നോക്കിയിട്ട് ആയാലും നമുക്കൊരു ഇച്ചിരി ടൈം കൂടെ വെക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റി പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. മെരി ക്രിസ്മസ് എവ്രിവൺ.